എവരി ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് ചില നിബന്ധനകളും ഇതിലൊരു ഡിഡക്റ്റബിൾ എമൗണ്ട് ഒരു $100 വരും. എന്റെ ജനറേഷനിൽ ഒരുപാട് പേര് ട്രാവൽ ട്രിപ്പ് ഒക്കെ ചെയ്യുന്നവരാണ്. ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു എമർജൻസി കേസിൽ ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ അയാൾക്ക് ഹോസ്പിറ്റൽ ക്ലെയിം കിട്ടുമോ? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആക്സിഡന്റ് വന്ന് നോക്കിയാൽ എനിക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഹായോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. എയർ, വാട്ടർ, ഷെൽട്ടർ എന്നതുപോലെ ഇപ്പോൾ മനുഷ്യർക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇൻഷുറൻസ്. എന്തെല്ലാം തരത്തിൽ ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി IRDA സർട്ടിഫൈഡ് ലൈസൻസ് ഹോൾഡറായ രാഘവ് നമ്മുടെ കൂടെയുണ്ട്. സോ വെൽക്കം രാഘവ്. സോ രാഘവ്, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് എന്താണ് ഇൻഷുറൻസ്? ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് വരുന്ന അൺഫോർസീൻ ആയ സർക്കംസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പ്രിക്കോഷൻ. ഓക്കെ, അത് ഫിനാൻഷ്യൽ ആവാം, അതല്ലാതെ നമുക്ക് വരുന്ന അതർ നഷ്ടങ്ങൾ. അതായത് ഇപ്പം നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഹെൽത്ത്, ട്രാവൽ, മോട്ടർ, പിന്നെ അതുപോലെ തന്നെ ടേം, നമ്മുടെ ലൈഫ്, ഇതിനെ രീതിയിലൊക്കെ കവർ ചെയ്യുന്നത് നമ്മളുടെ ഫാമിലിനെയോ അല്ലെങ്കിൽ നമ്മളെയോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ലയബിലിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രിക്കോഷനാണ് ഇൻഷുറൻസ്. സോ ഒരാൾക്ക് എന്തൊക്കെ തരത്തിലുണ്ട് ഇൻഷുറൻസ്? ഇൻഷുറൻസ് എന്ന് പറയുന്നത് മേജർലി ഒരു 2 കാറ്റഗറീസിലാണ് ഇൻഷുറൻസ് വരുന്നത്. ഒന്ന് ജനറൽ ഇൻഷുറൻസ്, പിന്നെ ഒന്ന് ലൈഫ് ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസിൽ മെയിൻലി വരുന്നത് ഹെൽത്ത്, ഫാമിലി ഹെൽത്ത്, പിന്നെ ട്രാവൽ. ഈ ഹെൽത്തിൻ്റെ അണ്ടറിൽ തന്നെയാണ് ട്രാവൽ വരുന്നത്. കാരണം ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിന് ട്രാവൽ മാത്രമല്ല, നമ്മൾ ആ പോകുന്ന കൺട്രിയിൽ നമുക്ക് അവിടെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസോ ഇല്ലസോ വന്നു കഴിഞ്ഞാൽ അതിനെയും കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഇൻഷുറൻസ് കവറേജ് വരുന്നത്. അതുകൊണ്ട് ആ ഹെൽത്ത് ഇൻഷുറൻസിന് അണ്ടറിൽ വരുന്നതാണ് ട്രാവൽ ഇൻഷുറൻസ്. പിന്നെ വരുന്നത് മോട്ടർ, പിന്നെ പ്രോപ്പർട്ടി, അങ്ങനെ വിവിധ തരത്തിലുള്ള ഇൻഷുറൻസുകൾ വരുന്നുണ്ട്. രാഘവ് പറഞ്ഞ കാര്യത്തിൽ ട്രാവൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്നൊരു പേഴ്സൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ജനറേഷനിൽ ഒരുപാട് പേര് ട്രാവൽ ട്രിപ്പ് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് രാഘവ്? ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത്, ട്രാവൽ ഇൻഷുറൻസ് മെയിൻലി ഉള്ളത് 2 തരത്തിലാണ്. ഒന്ന് ഒരു കോംപ്രഹെൻസീവ് പാക്കേജ്, അതായത് ട്രാവലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന കൺട്രിയിലുള്ള മെഡിക്കൽ കവറേജും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമുക്ക് അവിടുത്തെ മെഡിക്കൽ മാത്രം മതിയെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും അവരുടെ പാക്കേജുകളിലും വ്യത്യാസങ്ങളുണ്ടാവാം. സോ ഈ ട്രാവൽ ഇൻഷുറൻസ് മെയിൻലി വരുന്നത് നമുക്ക് വരുന്ന ട്രാവൽ തൊട്ട് തന്നെ തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു എബ്രോഡ് കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് ഡിലേ ആവും, മിസ്ഡ് ഫ്ലൈറ്റ് കണക്ഷൻ വരാം, ലഗേജ് ഡിലേ ആവാം, ലഗേജ് മിസ്സാവാം, നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് മിസ്സാവാം, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് മിസ്സാവാം, പാസ്പോർട്ടുകൾ മിസ്സാവാം. സോ ഇതിനെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇൻഷുറൻസ് കമ്പനീസ് ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിനൊക്കെ അവരുടേതായ സം ഇൻഷുറൻസ് അനുസരിച്ചിട്ടുള്ള ഓരോരോ എമൗണ്ടിന് നമുക്ക് ഇതിനനുസരിച്ച് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സാവുകയാണെങ്കിൽ ചില ഇൻഷുറൻസ് കമ്പനീസ് അപ് ടു $500 വരെയുള്ള റീക്ലെയിം ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ ക്ലെയിം ചെയ്തെടുക്കാം. നമ്മൾ മേജർലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ഒരു പോളിസി ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അതിൽ ഒരു വ്യക്തമായിട്ട് എത്ര അവേഴ്സിനുള്ളിൽ ആണ് നമ്മൾ അറിഞ്ഞത് ഈ കണക്ഷൻ അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് മിസ്സാവുന്നതോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിലേ ആവുന്നതോ നമ്മൾ എപ്പോഴാണോ അറിഞ്ഞത് അതിനനുസരിച്ചായിരിക്കും ഈ ക്ലെയിം പ്രൊസീഡിങ്സ് നടക്കുക. സോ എല്ലാ ഇൻഷുറൻസ് പോളിസീസും നമ്മൾ എടുക്കുമ്പോൾ അവരുടേതായ ഓരോരോ കമ്പനീസിന്റെ പോളിസി വേർഡിങ്സ് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ. അപ്പൊ ടൈമിന്റെ കാര്യം ആകിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിപ്പോ എയർപോർട്ടിൽ എത്തി, പക്ഷെ എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി. പിന്നെ ആ സമയത്ത് കിട്ടുന്ന ഇൻഷുറൻസും ഇപ്പൊ 2 ദിവസം മുമ്പ് പ്രയറായിട്ട് എനിക്ക് ഇന്റിമേഷൻ കിട്ടി, അതായത് എനിക്ക് ഫ്ലൈറ്റ് മിസ്സായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? നമുക്ക് നോർമലി ഒരു എമർജൻസി കേസിൽ വരുന്ന ഡിലേസ്, അതായത് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ഫ്ലൈറ്റ് 4 hours അല്ലെങ്കിൽ 3 hours ഫോർ എക്സാമ്പിൾ ഡിലേ ആണ്. ഓക്കെ, സോ ആ ഒരു കണ്ടീഷൻസിൽ നമുക്ക് ഈ ക്ലെയിം ബെനിഫിറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് നമുക്ക് എയർലൈൻ നമുക്ക് മെയിൽ അയച്ച് പറയുകയാണ് ഇന്ന ദിവസം ഇന്ന വെതർ കണ്ടീഷൻസ് കൊണ്ട് ഈ ഫ്ലൈറ്റ് ട്രാവൽ ഉണ്ടാവില്ല. ഓക്കെ, സോ അത് നമ്മൾ പ്രീ ആയിട്ട് നമുക്ക് അറിഞ്ഞു. സോ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ക്ലെയിം ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ഇൻഷുറൻസ് കമ്പനീസും അവരുടേതായ പോളിസി വേർഡിങ്സിൽ വ്യക്തമായിട്ട് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സോ ആ ഒരു നിശ്ചിത കാലയളവിൽ വരുന്ന വ്യത്യാസങ്ങൾക്ക് മാത്രമേ അവർ ആ കവറേജ് കൊടുക്കത്തുള്ളൂ. എന്തൊക്കെ തരത്തിലാണ് ഇൻഷുറൻസ് ഉള്ളത്? ട്രാവൽ ഇൻഷുറൻസ് മെയിൻലി ഉള്ളതൊരു 2 ടൈപ്പാണ്. അതായത് ഒരു കോംപ്രഹെൻസീവ് പാക്കേജ്, അതിൽ ട്രാവലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന കൺട്രിയിൽ എത്ര ദിവസം നിൽക്കുന്നോ അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു അതുവരെയുള്ള ട്രാവൽ പ്ലസ് മെഡിക്കൽ.
ഇതല്ലാതെ നമുക്ക് നമ്മൾക്ക് ഇപ്പോൾ ട്രാവൽ വേണ്ട, നമുക്ക് ഓൾറെഡി എയർലൈനിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെഡിക്കൽ മാത്രമായിട്ട് നമുക്ക് എടുക്കാം. സോ നമുക്ക് അവിടുത്തെ മെഡിക്കൽ മാത്രം മതിയെങ്കിൽ, ആ സ്റ്റേക്കുള്ള നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഫെസിലിറ്റീസിനനുസരിച്ചാണ്. എല്ലാ കമ്പനീസും മെഡിക്കൽ മാത്രമായിട്ടുള്ള ഒരു പോളിസി പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അപ്പൊ രാഗിന്ദു, നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ എത്ര സമയം എടുക്കും? ഒരുപാട് സമയം എടുക്കും ക്ലെയിം ചെയ്യാൻ? ഡിപ്പെൻസ് ആണ്. അതായത് എവരി ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് ചില നിബന്ധനകളും അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ സബ്മിഷനും അനുസരിച്ചിട്ടാണ്. ഇപ്പം നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു USA പോലൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്തു. നമുക്ക് അവിടെ പെട്ടെന്നൊരു മെഡിക്കൽ ഇൽനെസ്സോ അല്ലെങ്കിൽ എമർജൻസിയോ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അതിനെ അഡ്മിഷനായിട്ട് മാറുകയാണെങ്കിൽ നോർമലി എല്ലാ ഒട്ടുമിക്ക ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സും ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ബെനിഫിറ്റ്സ് ആയിരിക്കും കിട്ടുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇൻഷുറൻസ് പ്രൊവൈഡർ അവിടെയുള്ള ഹോസ്പിറ്റൽസ് ആയിട്ട് MOU അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ക്യാഷ്ലെസ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിയോട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്വൈസർ മൂല്യമാണ് എടുക്കുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിരിക്കും. അവരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇന്ന ഏരിയയിൽ നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് കവറേജ് ഉള്ളതെന്ന് നേരത്തെ ചോദിച്ചു വയ്ക്കാം. ഇങ്ങനെ ഓൾറെഡി MOU സൈൻഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് ഡോക്യുമെന്റ് അവരോട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അപ്ഫ്രണ്ട് ആയിട്ട് ഒരു പേയ്മെന്റ് ഒന്നും നമ്മുടെ നിന്ന് വാങ്ങത്തില്ല. ഇതിലൊരു ഡിഡക്റ്റബിൾ എമൗണ്ട് ആയിട്ട് $100 വരും. അതെല്ലാം ഇൻഷുറൻസ് കമ്പനീസിന് സെയിം ആണ്. സോ ആ $100 ഏകദേശം ഓരോരോ ഇപ്പോൾ പൗണ്ടിലാണെങ്കിൽ അത് 74 പൗണ്ട്സ് ആവാം ഇന്നത്തെ ഒരു കറൻസി വാല്യൂ വെച്ചിട്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള ഡിഡക്റ്റബിൾസ് കഴിഞ്ഞിട്ടുള്ള എല്ലാ എമൗണ്ടും നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയതായിട്ടുള്ള എല്ലാ എമൗണ്ടും ഇൻഷുറൻസ് കമ്പനി തന്നെ പേ ചെയ്യും. അത് നമ്മൾ എടുക്കുന്ന സം ഇൻഷുറൻസിന്റെ ആ എമൗണ്ടിനോട് ഈക്വലന്റ് ആണെങ്കിൽ മാത്രം. നമ്മൾ എടുക്കുന്ന സം ഇൻഷുറൻസിന്റെ എമൗണ്ടിനേക്കാളും കൂടുതലായി വന്നാൽ ആക്സസ് എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇങ്ങനത്തെ ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ആണെങ്കിൽ അവർ ഡയറക്ട്ലി ടു ദ ഹോസ്പിറ്റൽ പേ ചെയ്യും. അവർ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാങ്ങും. ഇനി ഇത് ഒരു OP കൺസൾട്ടേഷൻ ആണ്. ഇതും അപ് ടു ദ സം ഇൻഷുർഡ് വരെ കവേർഡ് ആണ്. പക്ഷേ ഇതിൽ നമ്മളാണ് ക്ലെയിം ഡോക്യുമെന്റ് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് ഡോക്ടറിൻ്റെ നിന്ന് സൈൻ മേടിച്ച് എല്ലാ ഡോക്യുമെന്റ്സും ഫില്ല് ചെയ്ത് വെക്കേണ്ടത്. അതിന് നമ്മൾ എത്ര ടൈം ഡിലേ എടുക്കുന്നോ ആ ടൈം ഡിലേക്ക് ശേഷം ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു 30 to 60 ഡേയ്സ് വരെ വരാം ഇതൊരു ക്ലെയിം ചെയ്തെടുക്കാൻ. അതായത് ഈ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാം. സോ നമ്മളെടുക്കുന്ന പ്രോസസ് ടൈമിനനുസരിച്ചിട്ട് ഡിലേ കൂടാം കുറയാം. ഓക്കെ, ഇനി ട്രാവൽ ഇൻഷുറൻസ് കേസാണെങ്കിൽ ഞാനിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ ട്രാവൽ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പാണോ അല്ലെങ്കിൽ ശേഷമാണോ ഞാൻ ഇൻഷുറൻസ് എടുക്കേണ്ടത്? നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതും ഇതുമായിട്ട് ഇൻഷുറൻസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കണം. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് വൺസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK ആക്കാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ UK എത്തിയിട്ട് ട്രാവൽ ഇൻഷുറൻസ് എടുത്താൽ മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതൊരിക്കലും എടുക്കാൻ പറ്റില്ല. നമ്മൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് മിക്ക ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സും നമ്മളുടെ എക്സിറ്റ് ആൻഡ് എൻട്രി സ്റ്റാമ്പ്സ് ചോദിക്കും. സോ ആ ടൈമിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തത് അവിടെ ചെന്നിട്ടാണ് അവർക്ക് തോന്നുകയാണെങ്കിൽ അതാണ് മെയിൻ റീസൺ ഒരു ക്ലെയിം റിജക്ഷൻ ആയിട്ട് വരിക. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. ഈ ഇൻഷുറൻസ് എമൗണ്ട് എത്ര വരും? പിന്നെ എല്ലാ അസുഖങ്ങളും ഇത് കവർ ചെയ്യും? ട്രാവൽ ഇൻഷുറൻസിൽ മെയിൻലി ഒരു ഏജ് ഗ്രൂപ്പ് വെച്ചിട്ടാണ് എല്ലാ ഇൻഷുറൻസും വർക്ക് ചെയ്യുന്നത്. ഇതിൽ 3 ഫാക്ടേഴ്സാണ് മെയിൻലി വരുന്നത് ഒരു പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിൽ ഒന്ന് നമ്മളുടെ ഏജ് ആണ്. 2 നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് ആൻഡ് പ്ലാൻ. ഒരു ഹയർ എൻഡ് ഫീച്ചർ പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പ്രീമിയം വേരിയേഷൻ വരും. പിന്നെ നമ്മളുടെ സം ഇൻഷുർഡ്. പിന്നെ വരുന്നത് നമ്മൾ എത്ര ദിവസം ആ കൺട്രിയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 10 days ആണ് സ്റ്റേ ചെയ്യുന്നുള്ളൂവെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രീമിയം വരും. പക്ഷെ നമ്മളൊരു 180 days ആണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ പ്രീമിയം കൂടും. സോ ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രീമിയം കാൽക്കുലേഷൻ വരുന്നത്. അത് ഡിഫറെൻറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനനുസരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എൻ്റെ ഒരു വേറെ ഡൗട്ട് എന്ന് പറയുന്നത്, ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷേ ഞാൻ UK സെറ്റിൽഡ് ആണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഈ ട്രാവൽ ഇൻഷുറൻസ് ഞാൻ എങ്ങനെ എടുക്കേണ്ടത്? നമ്മൾ ഒരു IRDA റെഗുലേറ്ററി, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടറിലാണ് നമുക്കൊരു ഇൻഷുറൻസ് കൊടുക്കാനും സെല് ചെയ്യാനും പറ്റുള്ളൂ. സോ നമുക്കൊരു ആള് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ UK നിന്ന് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതായത് ഇപ്പോൾ ഫോറിനേഴ്സ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് ട്രാവൽ ഇൻഷുറൻസ് എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോറിനേഴ്സിന് നമുക്കൊരിക്കലും ട്രാവൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തായാലും അവരുടെ ഹോം കൺട്രി വരുന്ന ഒരു ഫോറിൻ കൺട്രി ആയിരിക്കും.
സോ അവിടെ നിന്ന് അവർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതിനാണ് മെയിൻലി. പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് അവർക്ക് ഇൻഷുറൻസ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരാൾ പോകുമ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക. സോ ഒരിക്കലും ഒരു ഫോറിൻ നാഷണൽസിന് അങ്ങനെ വെച്ചിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രാഘവൻ, സം ഇൻഷുറൻസ് എങ്ങനെ എടുക്കണ്ട? അതിന്റെ പോളിസി എമൗണ്ട് എത്ര വരും? നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഒരു $40,000 മുതൽ നമുക്കൊരു $10 lakhs വരെ കവറേജ് കൊടുക്കാൻ പറ്റുന്ന ഇൻഷുറൻസ് കമ്പനീസ് ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, സോ ആ കവറേജ് നമ്മൾ എങ്ങനെയാണോ ചൂസ് ചെയ്യുന്നത്, നമ്മൾ ഏതൊക്കെയാണ് പ്ലാൻസിലേക്ക് മാറുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രീമിയം എമൗണ്ട് വരിക. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഏജ്, നമ്മളെടുക്കുന്ന പ്രൊഡക്റ്റ്, നമ്മൾ എത്ര ദിവസം ഫോറിൻ കൺട്രിയിൽ സ്റ്റേ ചെയ്യുന്നു, ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആ പ്രീമിയം എമൗണ്ട് വരുന്നത്. അത് വേരിയിങ് ഫ്രം ഒരു 10,000 ടു അപ് ടു 1 lakh വരെ എൻ്റെ പ്രീമിയം എമൗണ്ട് വരാം. ഇപ്പോൾ ഒരു സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു സീനിയർ സിറ്റിസൺ, ഒരു 80+ years ഏജ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് സിംഗിൾ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ പോളിസി എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും ഏകദേശം ഒരു 40,000 അനുസരിച്ചിട്ട് പ്രീമിയം സ്റ്റാർട്ടിങ് വരും. ഇപ്പൊ എനിക്കൊരു വേറൊരു കാര്യം ചോദിക്കേണ്ട, അതായത് നമ്മുടെ ട്രാവലേഴ്സിൽ ഇപ്പൊ കൂടുതലായിട്ടും സ്റ്റുഡൻസ് ആണ് പോകുന്നത്, അതായത് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് വേണ്ടി വരുമോ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടാണോ ഇൻഷുറൻസ് എടുക്കേണ്ടത്? അതെങ്ങനെയാണ്? സ്റ്റുഡൻസിന് നോർമലി ട്രാവൽ ഇൻഷുറൻസ് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനീസും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്നത്. സോ ആ സ്റ്റുഡൻസിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോർമലി ഒരു പേഴ്സണ് നമുക്കൊരു 6 months വരെ മാക്സിമം സ്റ്റേ, ചില കൺട്രീസിൽ 1 year സ്റ്റേ കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമുക്ക് ആ 1 year സ്റ്റേ എടുക്കാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷം എല്ലാവരും 6 മാസത്തെ സ്റ്റേ ആണ് ലിമിറ്റ് ചെയ്തത്. അല്ല, ചില കൺട്രീസ് 3 months ഉണ്ടാവാം. സോ ആ കൺട്രീസിനെ അനുസരിച്ചിട്ടാണ് ഈ സ്റ്റേ. പക്ഷേ സ്റ്റുഡൻസിന് സ്പെഷ്യൽ ഡിസൈൻഡ് ആയതുകൊണ്ട് അവർക്ക് അപ് ടു 24 months വരെ, അതായത് 2 years വരെയുള്ള ഇൻഷുറൻസ് അറ്റ് സ്ട്രെച്ചിൽ എടുക്കാൻ പറ്റും. സോ അവരുടെ ആ ഇൻഷുറൻസ് പോളിസിയിൽ തന്നെ ഡിസൈൻഡ് ആണ്. അവർക്ക് അവരുടെ സ്പോൺസറിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം, അവരുടെ സ്റ്റഡി ഇൻട്രപ്ഷൻസ് അതിനകത്ത് കവേർഡ് ആണ്, അവരുടെ ലാപ്ടോപ്സ് മിസ് ചെയ്താൽ അതിനകത്ത് കവേർഡ് ആണ്, അവരുടെ ട്രാവൽ അതിനകത്ത് കവേർഡ് ആണ്. അതായത് ട്രിപ്പ് ക്യാൻസലേഷൻ, ട്രിപ്പിലെ ലഗേജ് ലോസ് ആവുക, ഇന്റർനാഷണൽ പാസ്പോർട്ട്, ലൈസൻസ് എല്ലാം ലോസ് ആവുന്നതൊക്കെ അതിനകത്ത് കവേർഡ് ആണ്. ഇത് കൂടാതെ അവർക്ക് അവിടെ ഡെന്റൽ കവേർഡ് ആണ്. പിന്നെ അവർ എന്തെങ്കിലും വെക്കേഷൻസോ ടൈമിൽ അവർ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഹോം കൺട്രിയിൽ ആ കവറേജ് ആപ്ലിക്കബിൾ ആണ്. സോ അങ്ങനെ ഡിസൈൻഡ് ആയിട്ടാണ് ഒരു സ്റ്റുഡൻറ് ട്രാവൽ എക്സ്പ്ലോറർ ഇൻഷുറൻസ് വരുന്നത്. സോ ഇത്ര നേരം നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് സംസാരിച്ചു. ഇനി എനിക്ക് അറിയേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഏതൊക്കെ തരത്തിലുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് നോർമലി 2 തരത്തിലേ ഉള്ളൂ. ഒരു ജനറിക് വ്യൂ ഓഫ് പോയിന്റിൽ പറയുകയാണെങ്കിൽ 2 തരത്തിലെ ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നുള്ളൂ. അതൊരു ഇൻഡിവിജ്വൽ, പിന്നെ ഒന്ന് വരുന്ന ഒരു ഫാമിലി ഫ്ലോട്ടർ. ഒരു കല്യാണം കഴിക്കാത്ത ഒരാൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ആയിട്ടൊരു പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഇൻഡിവിജ്വൽ പോളിസി എടുക്കാം. ആ ഇൻഡിവിജ്വൽ പോളിസിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾ സം ഇൻഷുറൻസ് എടുക്കുന്നത് അത് നിങ്ങൾക്കാണ്, നിങ്ങളുടെ ക്ലെയിമിനാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുക. പക്ഷേ ഒരു ഫാമിലി ഫ്ലോട്ടറിൽ ഒരു 10 lakhs സം ഇൻഷുർഡിൻ്റെ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഫാമിലിയിൽ അഡൽട്ടായിട്ട് 2 പേര്, ചിൽഡ്രൻസ് ആയിട്ട് 2 പേരുണ്ട്, അപ്പോൾ ടോട്ടൽ 4 members ആണ് വരിക. ആ 4 members കൂടിയിട്ടാണ് ആ 10 lakhs വരിക. ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും 10 lakhs അല്ല. ഫാമിലി ഫ്ലോട്ടർ എടുക്കുമ്പോൾ ആ 10 ലക്ഷം രൂപ ഈ 4 പേർക്കും കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ ഒരാൾ ആ 10 ലക്ഷം രൂപ മൊത്തം മൊത്തം അയാളുടെ പേഴ്സണൽ എന്തെങ്കിലും എമർജൻസി വന്നിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ആ സം ഇൻഷുർഡ് ബാലൻസ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം അതിനെ റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് മോസ്റ്റ് ഓഫ് ദി ഇൻഷുറൻസ് കമ്പനീസ് അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ 1 time റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാൻസുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ അങ്ങനത്തെ സമയത്ത് അത് ബെനിഫിറ്റഡ് ആണ്. അല്ലാതെ വരുന്നത് അതാണ്, നമ്മൾ എല്ലാ പോളിസീസും പ്രൊഡക്ട്സും ചൂസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം നമ്മളൊരു പോളിസി എടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാര്യമാണ് ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു കാര്യമാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ്. ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ് ഫോർ കോർപ്പറേറ്റ്സ്, എംപ്ലോയർ എന്നുള്ള രീതിയിൽ വരുന്നൊരു ഇൻഷുറൻസ് ആണ്. ഇതിൽ ഇപ്പോഴത്തെ നിലവിലത്തെ പ്രൊഡക്റ്റിൽ കുറേ കാര്യങ്ങളൊക്കെ ഇവർ വേവ് ഓഫ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു മാസ് ഓഫ് ടീം മെമ്പേഴ്സ് ആർ ആഡഡ് ടു എ പർട്ടിക്കുലർ ഇൻഷുറൻസ്. അതായത് എൻ്റെ മെയിൻ വരുന്ന ഒരു കമ്പനിയുടെ നെയിമിലായിരിക്കും ആ ഇൻഷുറൻസ് വരിക. നമ്മളെല്ലാം അതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഓരോരോ ഇൻഷുറൻസ് കമ്പനീസിനനുസരിച്ചിട്ട് അവർ വേവ് ഓഫ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ കമ്പനിയുടെ ചോയ്സിനനുസരിച്ചിട്ട് അങ്ങനത്തെ പ്രീമിയംസ് ചൂസ് ചെയ്യാം, സം ഇൻഷുറൻസ് ചൂസ് ചെയ്യാം. സോ അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്. നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിന് വേവ് ഓഫ് ഉണ്ടാവും, അതുപോലെ മെറ്റേണിറ്റിക്ക് വേവ് ഓഫ്സ് ഉണ്ടാവും. അങ്ങനെ പല പല ബെനിഫിറ്റ്സുകളും വരുന്നുണ്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ്.
അതാണ് അതിൻ്റെ ഒരു കവറേജ് പാറ്റേൺ വരുന്നത്. നമുക്ക് ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്ലോട്ടിൽ എടുക്കുന്നതിനേക്കാളും ബെനിഫിറ്റഡ് ആയിട്ട് കിട്ടും ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കമ്പനി ഒരു ഇൻഷുറൻസ് തരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇൻഡിവിജ്വലി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മളുടേതായിട്ട് കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് കമ്പനിയിൽ ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പല ആൾക്കാരും ഇൻഷുറൻസ് എടുക്കാതെ പോകുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ആ കമ്പനിയിൽ നിന്ന് മാറുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒരു ആഫ്റ്റർ 50 or 60 ഇയേഴ്സ് നമ്മൾ ആ കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മൾ പുറത്തുനിന്ന് ഒരു പോളിസി എടുക്കാൻ ആലോചിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഏജ് എന്ന് പറഞ്ഞാൽ യങ്ങർ ഏജ് ആണ്. ആ ടൈമിൽ നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നമ്മുടെ പ്രീമിയം എമൗണ്ട് വളരെ ചെറുതായിരിക്കും. നമുക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന കുറേ കാര്യങ്ങൾക്ക് കുറേ ഡിസീസസ് കാറ്റഗറീസിന് ഇവർ ഒരു വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. 1 year, 2 year, 3 years എന്ന് പറഞ്ഞിട്ട്. സോ ആ വെയിറ്റിംഗ് പീരീഡ്സ് എല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ടാവാം. സോ നമുക്ക് ആ ഒരു ഏജിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ മാറുക. പക്ഷെ നമ്മളൊരു 50-60 വയസ്സിലേക്കാണ് നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമുക്കൊരു ഇൻഷുറൻസ് പേഴ്സണലി എടുക്കാൻ ആലോചിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ ഡിഫിക്കൽട്ടായിരിക്കും. സോ എപ്പോഴും നമ്മൾ യങ്ങർ ഏജിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഈ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പ്രീമിയം എന്നൊരു വാക്ക് കേട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രീമിയം എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? സെയിം സം ഇൻഷുറൻസ്, പിന്നെ നിങ്ങളുടെ ഏജ്, നിങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രീമിയം എമൗണ്ട് വരുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലത്തെ കുറേ പ്രൊഡക്റ്റുകൾ ഈ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിനെ വേവ് ഓഫ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്ട്സുകൾ ഇറക്കുന്നുണ്ട്. സോ അങ്ങനത്തെ പ്രൊഡക്ട്സിലേക്ക് നമുക്ക് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ പ്രീമിയത്തിനേക്കാളും ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൂടുതലായിരിക്കും അതിൻ്റെ പ്രീമിയം എമൗണ്ട്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെപ്പോഴും യങ്ങർ ഏജ്, നമുക്ക് അസുഖങ്ങളില്ലാത്ത സമയങ്ങളിൽ വേണം നമ്മൾ പോളിസീസ് എടുക്കാനുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. എല്ലാ ഹോസ്പിറ്റലും ക്ലെയിം അക്സെപ്റ്റ് ചെയ്യുമോ? അതായത് ഇപ്പോൾ ഒരു എമർജൻസി കേസിൽ ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ അയാൾക്ക് ആ ഹോസ്പിറ്റൽ ക്ലെയിം കിട്ടുമോ, അല്ലെങ്കിൽ അവിടെ അത് ആപ്ലിക്കബിൾ ആകുമോ എന്ന് ഒരുപാട് ഡൗട്ട് ഉണ്ട്. സോ അതെങ്ങനെയാണ് കാര്യം? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലിലും അത് ആപ്ലിക്കബിൾ ആണോ? എല്ലാ കമ്പനികളുടെയും പോളിസികൾ എല്ലാ ഹോസ്പിറ്റൽസും ആക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇപ്പം എല്ലാ IRDA ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മിക്ക ഹോസ്പിറ്റൽ അവർക്ക് ഓരോ കമ്പനിക്കും അതിൻ്റേതായ പോളിസി ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കമ്പനീസ് പറയും ഒരു 48 hours ബിഫോർ എങ്കിലും നമുക്ക് ഇൻറ്റിമേഷൻ കിട്ടണം, അല്ലെങ്കിൽ വൺസ് എന്തെങ്കിലും എമർജൻസി കേസസിനായിട്ട് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഒരു 3 days അല്ലെങ്കിൽ 4 days അവിടെ അഡ്മിറ്റ് ആയിരിക്കണം എന്നുള്ള പല കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഇൻഷുറൻസ് പ്രൊവൈഡറിന് ഹോസ്പിറ്റലുകളിൽ ലിസ്റ്റഡ് ആയിട്ടുണ്ടോ. അതായത് ഇവരുടെ എല്ലാ ഇൻഷുറൻസിലും നമ്മൾ എടുക്കാൻ നേരത്തോട് ചോദിക്കുക, നമുക്ക് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് ഒന്ന് തരാമോ. സോ ആ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ നമുക്ക് ആപ്റ്റബിൾ ആയിട്ട് നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് അതിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഹോസ്പിറ്റലുകളും ലിസ്റ്റുകളും നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു പ്രൊവൈഡറായിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോളിസീസ് വെച്ചിട്ട് ഏതൊക്കെ ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റഡ് ആണ് നമുക്ക് വരുന്നത് നല്ലതായിട്ട് തോന്നുന്നത് എന്നുള്ളത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ആയിട്ട് മൂവ് ഫോർവേഡ് ചെയ്യുക. പിന്നെ അകിന്തു, ഈ കമ്പനി സ്വിച്ച് ചെയ്യാൻ പറ്റും, അതായത് ഏജൻസിയിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിന്റെ അടുത്തേക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? പോർട്ടബിലിറ്റി നമുക്ക് തീർച്ചയായിട്ടും പോർട്ടിങ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ചില പണ്ട് എടുത്ത ഒരു 10 വർഷം 15 വർഷമായിട്ട് മുമ്പ് എടുത്ത ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടാവും. അന്നത്തെ നമ്മൾ മെഡിക്കൽ എക്സ്പെൻസസ് വെച്ചിട്ട് ചിലപ്പോൾ 1 lakhൻ്റെയോ 2 lakhൻ്റെയോ ഒക്കെ സം ഇൻഷുറൻസ് എടുത്തവരായിരിക്കാം ഒരു മെജോറിറ്റി. സോ അങ്ങനെയുള്ളവർക്ക് പുതിയ ഇൻഷുറൻസിൻ്റെ പുതിയ ഫെസിലിറ്റീസ് വെച്ചിട്ട് പുതിയ സം ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോളിസിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഏത് കമ്പനിയിലേക്കാണോ മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പോളിസി ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചില കമ്പനീസൊക്കെ 10 lakhs സം ഇൻഷുറൻസിലേക്കാണ് ഡയറക്ട്ലി മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1 lakh ആണെങ്കിലും 2 lakh ആണെങ്കിലും നമുക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ 10 lakhs സം ഇൻഷുറൻസ് വരെയുള്ള പോളിസിയിലേക്കായിരിക്കും മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. സോ നമ്മളത് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോളിസിയുടെ സം ഇൻഷുർ വെച്ച് എടുക്കേണ്ടി വരും. അതാണ് അതിനകത്തൊരു പ്രശ്നം. ബാക്കിയുള്ള സീനിയോറിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പുതിയ കമ്പനിയിൽ കിട്ടുകയും ചെയ്യും. നമ്മൾ വേറെ വെയിറ്റിംഗ് പീരീഡ് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ഇൻഷുറൻസ് എടുത്ത് അപ്പം തന്നെ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും വലിയ മെഡിക്കൽ എമർജൻസിക്കോ അങ്ങനെ നമുക്ക് ക്ലെയിം ലഭിക്കുമോ? ഇല്ല, കിട്ടത്തില്ല. കാരണം ഇൻഷുറൻസിന് ഇപ്പോൾ IRDA റെഗുലേറ്ററി വെച്ചിട്ട് തന്നെ പല അസുഖങ്ങൾക്കും വെയിറ്റിംഗ് പീരീഡുകളുണ്ട്. അത് 1 to 3 years വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാൻ പറ്റുന്ന അസുഖങ്ങൾ ആ ലിസ്റ്റിലാണ്. അപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആ അസുഖങ്ങളുടെ ലിസ്റ്റ് ആ കൺസേൺ ടീമിൽ നിന്നും ചോദിച്ച് മേടിക്കേണ്ടതാണ്. അതായത് ഫോർ എക്സാമ്പിൾ കാറ്ററാക്ട്, ലിഗമെന്റ് ഇഷ്യൂസ്,
മുട്ടിന് തേയ്മാനം, അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ നേരത്തെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ പോലെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ അതിന് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സർവീസ് പ്രൊവൈഡേഴ്സ് 1 to 3 ഇയേഴ്സ് വരെയുള്ള വെയിറ്റിംഗ് പീരീഡുകൾ ഉണ്ടാവും. അതിനുശേഷമേ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലെയിമുകൾക്ക് നമുക്ക് സബ്മിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റൽ ഇഞ്ചുറി വരെയാണ്. ഇന്ന് ഞാൻ പോളിസി എടുത്തു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആക്സിഡന്റ് വന്ന് നോക്കിയാൽ എനിക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മളൊരു പുതിയ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പോലും ആഫ്റ്റർ 30 ഡേയ്സ് ആണ് നമുക്ക് ആ പോളിസി ആക്റ്റീവ് ആവുകയുള്ളൂ. അതുവരെയുള്ള ഒരു ക്ലെയിമും, ഈ ആക്സിഡന്റ് അല്ലാത്ത ഒരു ക്ലെയിമും അതിനകത്ത് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ ചില കമ്പനികൾ ഡേ 1 കവറേജ് പോലെ കൊടുക്കുന്നുണ്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ആ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്തതനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ ഡെന്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്, അതായത് പെട്ടെന്ന് പല്ല് വേന വരുന്നു, പല്ല് പറിക്കാൻ വലിയൊരു ഓപ്ഷൻസ് ഒക്കെ വരുന്നു, ആ സമയത്ത് ഈ ക്ലെയിം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ കോസ്മെറ്റിക്സ് ആൻഡ് ഡെന്റൽ അങ്ങനത്തെ ഉള്ള കവറേജസ് വളരെ വിരളമാണ് ആൾക്കാർ ഈ കവറേജസ് കൊടുക്കുന്നത്. ആക്സിഡന്റിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതിന് ഡെന്റൽ കവറേജസ് എല്ലാ ഇൻഷുറൻസ് കമ്പനീസും പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അതല്ലാതെ പല്ല് പറിക്കുക അല്ലെങ്കിൽ പല്ലിന്റെ അലൈൻമെന്റ് മാറ്റുക അങ്ങനെയുള്ള കണ്ടീഷൻസിന് കവറേജ് കൊടുക്കുന്നത് വളരെ കുറവാണ്. 1-2 കമ്പനികൾ കൊടുക്കുന്നുണ്ട്. അത് സെലക്റ്റീവ് ആയിട്ടുള്ള 1-2 ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മാത്രം ചെയ്യുന്ന അവരുടേതായ ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു കൺസേൺ ആസ് ഒരു കോമൺ പേഴ്സൺ, ഞാനിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് ഏജൻസിയാണ് ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത്? ഇൻഷുറൻസ് നമുക്ക് എവിടെ നിന്നും വേണമെങ്കിലും എടുക്കാം. ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട്, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുകളുണ്ടാവും ഈ അഡ്വൈസേഴ്സ് ആയിട്ട്. എപ്പോഴും ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അതിൽ നമ്മളൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിട്ട് ആക്ട് ചെയ്യണം. നമ്മളൊരു ഇൻഷുറൻസ് സെല് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ എല്ലാ ക്ലെയിമിലും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്നുള്ളതും കൂടി ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ. സോ യു ക്യാൻ കോൺടാക്ട് us at any time. സോ താങ്ക് യു രാഘേന്ദു, താങ്ക് യു സോ മച്ച്. സോ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ തീരുന്നില്ല. ഇനിയും പല ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് അറിയാനുണ്ട്, അതായത് പ്രോപ്പർട്ടി, പെറ്റ്സ്, ടേം ഇൻഷുറൻസ്. സോ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു പോഡ്കാസ്റ്റ് വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ കാത്തിരിക്കുക. സൈനിങ് ഓഫ്.